this is a repeated question. Framing a hard study is a classical example of cohort study. Especially prospective cohort study. നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ പ്രോസ്പെക്റ്റീവ് cohort study. ഓപ്ഷനിൽ പ്രോസ്പെക്റ്റീവ് cohort study ഉണ്ടെങ്കിൽ that is the answer. Okay. അപ്പൊ നമ്മൾ cohort studyയിൽ സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ പറയാനാണ് റിലേറ്റീവ് റിസ്ക്, അട്രിബ്യൂട്ടബിൾ ഡിസീസ് റിസ്ക്, പോപ്പുലേഷൻ അട്രിബ്യൂട്ടബിൾ റിസ്ക് മൂന്നും പറഞ്ഞത്. ഇനി കേസ് കൺട്രോൾ സ്റ്റഡിയിൽ സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്ന ടേം ആണ് ഓഡ്സ് റേഷ്യോ അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് റേഷ്യോ എന്ന് പറയും. ഇറ്റ് ഈസ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് റിലേറ്റീവ് റിസ്ക്. ക്രോസ് പ്രൊഡക്റ്റ് റേഷ്യോ, ഓഡ്സ് റേഷ്യോ എന്ന് പറയുന്നത് റിലേറ്റീവ് റിസ്കിന്റെ ഒരു എസ്റ്റിമേറ്റ് ആണ്. സോ നമുക്കറിയാം നമ്മള് കൊഹോർട്ട് സ്റ്റഡിയിൽ എന്ന് പറയുമ്പോൾ ഇൻസിഡൻസ് ആണ്. നമ്മള് റേഷ്യോ പറഞ്ഞതിലും റിസ്ക് പറഞ്ഞതിലും ഒക്കെ ഇൻസിഡൻസ് എന്നുള്ളൊരു വേർഡ് ഉണ്ട് അല്ലെ? കാരണം അത് കേസ് സംഭവിച്ചിട്ടില്ല. പക്ഷെ കേസ് കൺട്രോൾ സ്റ്റഡിയിൽ കേസ് ഓൾറെഡി സംഭവിച്ചതുകൊണ്ട് നമുക്ക് അവിടെ ഇൻസിഡൻസ് വെച്ച് പറയാൻ പറ്റില്ല. റിലേറ്റീവ് റിസ്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ റിലേറ്റീവ് റിസ്കിന്റെ എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓഡ്സ് റേഷ്യോ വെച്ചിട്ടാണ്. ഓഡ്സ് റേഷ്യോ ചിലപ്പോൾ ഒരു പ്രോബ്ലം ആയിട്ട് പോലും ചോദിക്കുന്ന ഒരു സംഭവമാണ് ഓഡ്സ് റേഷ്യോ. അതായത് ഇപ്പൊ ഈ ടേബിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, A+C ആൾക്കാർ ടോട്ടൽ ഡിസീസ് വന്ന ആൾക്കാർ A+C, അതിൽ A നമ്പർ ആൾക്കാർ എക്സ്പോസ്ഡ് ആണ്, C നമ്പർ ആൾക്കാർ അൺഎക്സ്പോസ്ഡ് ആണ്. ഇനി ഡിസീസ് ഇല്ലാത്ത കൺട്രോൾ ഗ്രൂപ്പ് എടുത്താൽ B+D, അതിൽ B ആൾക്കാർ എക്സ്പോസ്ഡ് ആണ്, D ആൾക്കാർ അൺഎക്സ്പോസ്ഡ് ആണ്. അപ്പൊ ഓഡ്സ് റേഷ്യോ എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അപ്പൊ കേസിലും ഉണ്ട് കൺട്രോളിലും ഉണ്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. ദാറ്റ് ഈസ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഓഡ്സ് ദാറ്റ് എ കേസ് വാസ് എക്സ്പോസ്ഡ് എന്ന് പറയും A/C, ആൻഡ് ബൈ ഓഡ്സ് ദാറ്റ് എ കൺട്രോൾ എക്സ്പോസ്ഡ് ആവാനുള്ള ഓഡ്സ് എന്ന് പറയുന്നത് B/D. ഇതിന്റെ രണ്ടിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ ആസ് എ റിസൾട്ട് ചെയ്യുമ്പോൾ AD/BC എന്ന് വരും. AD/BC ഓഡ്സ് റേഷ്യോ നമ്മൾ ചെയ്യുമ്പോൾ, അതായത് എക്സ്പോസ്ഡ് ആയിട്ട് ഡിസീസ് വന്നവരും അൺഎക്സ്പോസ്ഡ് ആയിട്ട് കൺട്രോൾ ഗ്രൂപ്പിൽ അൺഎക്സ്പോസ്ഡ് ആയിട്ടുള്ളവർ ഇൻറ്റു അതേ ബൈ BC, AD/BC, ദാറ്റ് ഈസ് ഓഡ്സ് റേഷ്യോ. സോ ഓഡ്സ് ദാറ്റ് എ കേസ് വാസ് എക്സ്പോസ്ഡ് ബൈ ഓഡ്സ് ദാറ്റ് എ കൺട്രോൾ വാസ് എക്സ്പോസ്ഡ്, അതിന്റെ റേഷ്യോ ആണ് A/C/B/D, അതാണ് AD/BC എന്ന് വരും. ഓക്കെ. Then some advantages and disadvantages of cohort study. Just ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, അഡ്വാൻറ്റേജ് പറയുമ്പോൾ നമുക്ക് ഡേറ്റ കളക്ഷൻ, മോർ കൺട്രോൾ ഓൺ ഡേറ്റ കളക്ഷൻ ആൻഡ് ഈസി ചെക്കിംഗ് ദ സ്റ്റഡി ഔട്ട്കം പഠിക്കാം. ദെൻ ക്ലിയർ ടെമ്പറൽ സീക്വൻസ്, റിസ്ക് എസ്റ്റിമേറ്റ് ചെയ്യാം, റെയർ റിസ്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. കാരണം നമുക്ക് കേസസ് നോട്ട് ഒക്വേർഡ്, സോ നമുക്ക് റെയർ റിസ്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം, ഡിഫറെന്റ് ഡിസീസ് ഓർ ഔട്ട്കം കണ്ടുപിടിക്കാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അത് കോസ്റ്റ്ലി ആണ്. നമുക്ക് സ്റ്റഡിയുടെ ബിഗിനിങ്ങിൽ തുടങ്ങുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആയിരിക്കും കൂടുതലായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ടൈം കൺസ്യൂമിംഗ് ആണ് cohort study. കോമൺ ഡിസീസിനാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഫോളോ അപ്പ് നഷ്ടപ്പെടാം. നമുക്കിപ്പോൾ ഒരു ലോങ് പീരീഡ് എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് എടുക്കാൻ പറ്റിയെന്ന് വേണ്ടി വരില്ല. ദെൻ എക്സ്പോഷർ സ്റ്റാറ്റസ് മേ ചേഞ്ച് ഡ്യൂറിങ് സ്റ്റഡി. ഒരു ലോങ് പീരീഡ് എടുക്കുമ്പോൾ റിസ്ക് ഫാക്ടർ മാറി വരാം, എക്സ്പോഷറിന്റെ റേറ്റും മാറി വരാം. സോ അത് സ്റ്റഡിയുടെ ഔട്ട്കമ്മിനെ, റിസൾട്ടിനെ അഫക്ട് ചെയ്യും. ദെൻ നമ്മൾ പറഞ്ഞൊരു സംഭവമാണ് എക്കോളജിക്കൽ സ്റ്റഡി ഓർ കോറിലേഷണൽ സ്റ്റഡി. അത് നമ്മൾ വിച്ച് പ്രൊവൈഡ് ദ ലീസ്റ്റ് സാറ്റിസ്ഫാക്ടറി ടൈപ്പ് ഓഫ് എവിഡൻസ് ഓൺ കോസാലിറ്റി. അപ്പൊ ഒരു നമ്മൾ അനലിറ്റിക്കൽ സ്റ്റഡി അല്ലെങ്കിൽ അനലിറ്റിക്കൽ ഒബ്സർവേഷണൽ സ്റ്റഡിയിൽ ലീസ്റ്റ് പ്രിഫറബിൾ സ്റ്റഡിയാണ് എക്കോളജിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്. കാരണം അവിടുത്തെ യൂണിറ്റ് ഓഫ് സ്റ്റഡി പോപ്പുലേഷൻ ആണ്, ഒരു സ്മോൾ ടൈം ഫ്രെയിമിലാണ് നമ്മൾ ചെയ്യുക, ഇൻഎക്സ്പെൻസീവ് ആണ്. നമ്മൾ ഓൾറെഡി ഒരു പോപ്പുലേഷൻ ഉള്ള സംഭവിച്ച കാര്യത്തെ ജസ്റ്റ് അതിന്റെ ഒരു സ്ലൈസ് എടുത്ത് പഠിക്കുന്നതാണ് എക്കോളജിക്കൽ സ്റ്റഡി അല്ലെങ്കിൽ കോറിലേഷണൽ സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു ഒബ്സർവേഷണൽ സ്റ്റഡി ഗ്രൂപ്പിൽ വരുന്നതാണ്. അനലിറ്റിക്കലായിട്ടും വരാം. എക്കോളജിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത് ഒബ്സർവേഷണൽ സ്റ്റഡിയിലും വരാം, അനലിറ്റിക്കൽ സ്റ്റഡിയിലും വരാം. ഒബ്സർവേഷന്റെ അടിയിൽ വരുന്നതാണ് അനലിറ്റിക്കൽ സ്റ്റഡി ആയിട്ട് വരുന്നതാണ്. ഇപ്പൊ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പോപ്പുലേഷന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് പഠിക്കുന്നതാണ് എക്കോളജിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഒരു എറർ ആണ് എക്കോളജിക്കൽ ഫാലസി എന്ന് പറയുന്നത്.
അതൊന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ആ ടേം ഒന്ന് അറിയാം. എക്കോളജിക്കൽ ഫാലസി എന്ന് പറയുന്ന എക്കോളജിക്കൽ സ്റ്റഡിയിൽ വരുന്ന ഒരു എറർ ആണ്, ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ വരുന്ന ഒരു എറർ ആണ്. കാരണം നമ്മളൊരു പോപ്പുലേഷനെ യൂണിറ്റ് ആയിട്ട് എടുക്കുമ്പോൾ അതിൽ ദർ ആർ മേ ബി മെനി കൺഫൗണ്ടിങ് ഫാക്ടേഴ്സ്. ഇപ്പൊ ഒരു പോപ്പുലേഷൻ എടുക്കുവാണെങ്കിൽ അതിൽ ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ളവരുണ്ടാവും, ഹൈ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ളവരുണ്ടാവും. അപ്പൊ അവിടെ ഡിഫറൻസ് ഉണ്ടാവും. ഇത് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഉള്ള ഒരു ടേബിൾ ആണ്. ഓരോ സ്റ്റഡിയും അതിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് നമുക്ക് കിട്ടും. ഇപ്പൊ കൊഹോർട്ട് സ്റ്റഡി കൊഹോർട്ട് സ്റ്റഡി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ് ഇൻസിഡൻസ്, റിലേറ്റീവ് റിസ്ക്, അട്രിബ്യൂട്ടബിൾ, പോപ്പുലേഷൻ അട്രിബ്യൂട്ടബിൾ റിസ്ക്. കേസ് കൺട്രോൾ സ്റ്റഡിയിൽ നമ്മൾ ഓഡ്സ് റേഷ്യോ വെച്ചിട്ടാണ് പറയുന്നത്. ഓഡ്സ് റേഷ്യോ കിട്ടും. ഓഡ്സ് റേഷ്യോ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം കേസ് കൺട്രോൾ സ്റ്റഡി. പ്രിവലൻസ് നമുക്ക് കിട്ടുന്നത് ക്രോസ് സെക്ഷൻ സ്റ്റഡിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ക്രോസ് സെക്ഷൻ ഒരു സെക്ഷൻ എടുക്കുകയാണ്. അതായത് കഴിഞ്ഞ 1 ഇയറിനുള്ളിൽ 40 to 50 years ഏജിൽ ഇന്ന വില്ലേജിൽ എത്ര പേർക്ക് ക്യാൻസർ ഉണ്ടായി. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണ് ഒരു പോപ്പുലേഷൻ. അപ്പൊ നമുക്ക് പ്രിവലൻസ് ആണ് കിട്ടുന്നത്. ആ പർട്ടിക്കുലർ ഡിസീസിന് ഇപ്പൊ ആ കമ്മ്യൂണിറ്റിയിൽ എത്ര മാത്രം ഉണ്ട് എന്നുള്ള പ്രിവലൻസ് ആണ് കിട്ടുന്നത്. എക്കോളജിക്കൽ സ്റ്റഡി നമ്മളൊരു പോപ്പുലേഷൻ യൂണിറ്റ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് കിട്ടും. ഗ്രൂപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാൻ നല്ലത് എക്കോളജിക്കൽ സ്റ്റഡിയാണ്. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. Several studies have shown that 85% of cases of lung cancer are due to cigarette smoking. It is a measure of incidence rate, relative risk, attributable risk, population attributable risk. Relative risk. Relative allalo doctor. 85% ഓഫ് ലങ് ക്യാൻസർ ഒരു പോപ്പുലേഷൻ അല്ലേ, 85% ഓഫ് കേസസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പോപ്പുലേഷനെ വെച്ചിട്ട് പറയുക. അതിൽ ലങ് ക്യാൻസർ സിഗരറ്റ് സ്മോക്കിംഗ് കാരണമാണ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് പോപ്പുലേഷൻ ആട്രിബ്യൂട്ടബിൾ റിസ്ക് ആണ്. ഇതൊരു പോപ്പുലേഷനെ വെച്ചിട്ട് പറയുന്നത് കൊണ്ടാണ് അങ്ങനെ കേട്ടോ. അതായത് ആ പോപ്പുലേഷൻ 85% പെർസെന്റേജ് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. 85% കേസസും സിഗരറ്റ് സ്മോക്കിംഗ് കാരണമാണെന്ന് പറഞ്ഞാൽ ഇഫ് വി റിമൂവ് ദാറ്റ് ഓർ ഇഫ് വി മോഡിഫൈ ദാറ്റ് റിസ്ക് ഫാക്ടർ നമുക്ക് അതിന്റെ പെർസെന്റേജ് കുറയ്ക്കാം. അങ്ങനെ പറയുമ്പോൾ ദാറ്റ് ഈസ് എ മെഷർ ഓഫ് പോപ്പുലേഷൻ ആട്രിബ്യൂട്ടബിൾ റിസ്ക്. ഓക്കെ. Which is not an analytical study. Case control, cohort study, RCT, cross sectional. RCT is an experimental study. So answer is RCT. Odds ratio is related to relative risk, incidence, prevalence, attributable risk. Relative risk. Relative risk is calculated in cross-sectional study, cohort study, case control study, none. Cohort. Yes, cohort study. Then attributable risk means fatality of a disease risk ratio between exposed and non-exposed, risk difference between exposed and non-exposed, communicability of a disease. Relative risk difference. Yes, risk difference. A person found some correlation between fatty food intake and a disease due to obesity. He did this by collecting data from the food manufacturers and hospitals respectively, such as studies, ecological study, cross-section study, psychological study, experimental study. Just ഒരു ഫുഡ് മാനുഫാക്ചറിന്റെ ഹോസ്പിറ്റൽസിന്റെ അടുത്തുനിന്ന് ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഫാറ്റി ഫുഡ് ഇൻടേക്കും ഡിസീസും തമ്മിലുള്ള റിലേഷൻ, ഒബ്സിറ്റി കാരണമുള്ള ഡിസീസ് തമ്മിലുള്ള റിലേഷൻ നമ്മൾ നോക്കാണ്, കോറിലേഷൻ നോക്കാണ്. ക്രോസ് സെക്ഷൻ. അപ്പൊ ഇതിൽ നമ്മൾ കോറിലേഷൻ കാണുമ്പം കോറിലേഷൻ സ്റ്റഡീസ് അതർവൈസ് നോൺ ആസ് സൈക്കോളജിക്കൽ സ്റ്റഡി അങ്ങനെ ചിന്തിക്കരുത്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ക്രോസ് സെക്ഷൻ ആണ്, ക്രോസ് സെക്ഷൻ സ്റ്റഡി. നമ്മൾ പ്രിവലൻസ് നോക്കുകയാണ്. പിന്നെ ഇതൊരു ഓഡ്സ് റേഷ്യോ കാൽക്കുലേഷൻ ആണ്.
In a study done to establish smoking as a risk factor, 30 out of 50 smokers develop the disease, while 10 out of 50 non-smokers develop the disease. Odds ratio is 30 out of 50 develop the disease. മോളെ എന്തമ്മാ എന്താണ് പെണ്ണെ നിന്നാ മോനെ ഇല്ലാണ്ട Like 30 by 2. Answer is 5. ആ ഇക്വേഷൻ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കട്ടോ. That is 80 by this. That is 36 ആണ് ആൻസർ വരുന്നത്. The case control study estimate only odds ratio and attributable risk, relative risk, attributable risk, population attributable risk, then incidence, relative risk and attributable risk. Odds ratio. Option Odds ratio. Only odds ratio. only odds ratio. Which one of the following statement regarding case control study is correct? Used for rare diseases, incidence rate can be calculated, treatment can be formulated, takes long time for the result. Incidence rate calculate ചെയ്യാൻ treatment formulate ചെയ്തിട്ട് case already happened. എന്താണ് rare diseases is used for rare diseases. Then which is true regarding case control study? Useful for rare disease, incidence can be calculated from it. It is a prospective study. It is a longitudinal study. രണ്ട് ആൻസേഴ്സ് ഉണ്ട്. ഒന്ന് യൂസ്ഫുൾ ഫോർ റെയർ ഡിസീസ് ഉണ്ട്. പ്രോസ്പെക്റ്റീവ് സ്റ്റഡി ആണോ കേസ് കൺട്രോൾ എന്ന് പറയുമ്പോൾ? കേസ് കൺട്രോൾ റിട്രോസ്പെക്റ്റീവ് ആണ്. സോ സി ഓപ്ഷൻ അല്ല എന്തായാലും. പിന്നെ കേസ് ഓൾറെഡി ഹാപ്പൻഡ് ആയിട്ട് നമുക്ക് ഇൻസിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാനും അതിന് റിലവൻസ് ഇല്ല. സോ ഓപ്ഷൻ എ ആൻഡ് ഡി രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്. So then confounding നേരത്തെ പറഞ്ഞല്ലോ, എനി ഫാക്ടർ അസോസിയേറ്റഡ് വിത്ത് ബോത്ത് എക്സ്പോഷർ ആൻഡ് ഔട്ട്കം. അതാണ് നമ്മൾ കൺഫൗണ്ടിങ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഇൻഡിപെൻഡന്റ് എഫക്ട് ഇൻ കോസേഷൻ ഓഫ് ഔട്ട്കം. അപ്പൊ നമ്മൾ കൺഫൗണ്ടിങ് കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ചില മെത്തേഡ്സ് ആണ് റാൻഡമൈസേഷൻ. റാൻഡമൈസേഷൻ ആണ് മോസ്റ്റ് ഐഡിയൽ മെത്തേഡ് ടു കൺട്രോൾ കൺഫൗണ്ടിങ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. റാൻഡമൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ ഒരു ബയാസ് ഒന്നും ഇല്ല. നമ്മള് റാൻഡംലി ആണ് പ്ലാസിബോ കൊടുക്കുന്നവരെയും ഇപ്പൊ മെഡിസിൻ ഇപ്പൊ ഇന്റർവെൻഷൻ ആണെങ്കിൽ ഇന്റർവെൻഷൻ കൊടുക്കുന്നവരെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. റാൻഡമൈസേഷൻ ചെയ്യുമ്പോൾ കൺഫൗണ്ടിങ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ദെൻ റെസ്ട്രിക്ഷൻ, ലിമിറ്റിംഗ് സ്റ്റഡി ടു പീപ്പിൾ ഹു ഹാവ് പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്. ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ഉള്ളവരെ മാത്രം സ്റ്റഡി ചെയ്യാൻ എടുത്താൽ നമുക്ക് കൺഫൗണ്ടിങ് കൺട്രോൾ ചെയ്യാം. ദെൻ മാച്ചിങ്, മാക്സിമം കേസ് കൺട്രോൾ സ്റ്റഡിയിൽ നമ്മൾ കേസും കൺട്രോളും സിമിലർ ആയിട്ടുള്ള ആൾക്കാരെ എടുക്കും. Then stratification ഒക്കെ ലാർജർ സ്റ്റഡീസിൽ എടുക്കുന്നതാണ്. സോ ദീസ് ഓൾ ആർ ദ മെത്തേഡ്സ് യൂസ് ടു കൺട്രോൾ കൺഫൗണ്ടിങ്. കൺഫൗണ്ടിങ് എന്നുള്ളൊരു ടൈം ജസ്റ്റ് നോക്കാം. നെക്സ്റ്റ് നെസ്റ്റഡ് കേസ് കൺട്രോൾ സ്റ്റഡി. ഇതൊരു ടേം ആണ്. നെസ്റ്റഡ് കേസ് കൺട്രോൾ സ്റ്റഡി എന്ന് പറയുമ്പോൾ അവിടെ വേറെ കേസ് കൺട്രോൾ സ്റ്റഡി ഈസ് നെസ്റ്റഡ് ഇൻ എ കൊഹോർട്ട് സ്റ്റഡി. ഒരു ടൈപ്പ് ഓഫ് കൊഹോർട്ട് സ്റ്റഡി ആണ്. പക്ഷെ ഒരു കൊഹോർട്ട് സ്റ്റഡിയിൽ കേസ് കൺട്രോൾ സ്റ്റഡിയും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നതാണ് നെസ്റ്റഡ് കേസ് കൺട്രോൾ സ്റ്റഡി നമ്മൾ പറയുന്നത്. മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന റെയർ ഡിസീസസിന്
ഒരു ഹൂസ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിസീസിനൊക്കെയാണ് നെസ്റ്റഡ് കേസ് കൺട്രോൾ സ്റ്റഡി നമ്മൾ നോക്കുന്നത്. അപ്പൊ ആദ്യം കേസ് കൺട്രോൾ ഒരു പോപ്പുലേഷനെ ഐഡന്റിഫൈ ചെയ്യും, അതിന്റെ ഡേറ്റ ഒക്കെ ഐഡന്റിഫൈ ചെയ്യും, then കുറച്ചു നാൾ അതിനെ ഫോളോ അപ്പ് ചെയ്യും, ലൈക്ക് എ കോഹോർട്ട് സ്റ്റഡി. എന്നിട്ട് ഡിസീസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കേസ് കൺട്രോൾ സ്റ്റഡി നടത്തും. അവിടെ ഡെവലപ്പ് ചെയ്ത കേസസ്, ഡിസീസ് ഡെവലപ്പ് ചെയ്ത കേസസും അല്ലെങ്കിൽ ആ നമ്മൾ എടുത്ത സാമ്പിളിൽ അത്രയും നാൾ നമ്മൾ സ്റ്റഡി ഒബ്സർവ് ചെയ്തതിൽ ഡിസീസ് ഡെവലപ്പ് ചെയ്യാത്തവരെ എടുത്ത് കേസ് കൺട്രോൾ സ്റ്റഡി നടത്തും. അതാണ് നെസ്റ്റഡ് കേസ് കൺട്രോൾ സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് അവിടെ കൊഹോർട്ട് ആണ് നടത്തുന്നത്, പിന്നെ കേസ് കൺട്രോൾ നടത്തും. ഓക്കെ, ലോങ് ടൈം എടുക്കുന്ന സ്റ്റഡി ആണത്. റയർ ഡിസീസിനാണ് മെയിൻലി അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. പിന്നെ RCT 2 ടൈപ്പ് ആണ്. RCTയിലെ യൂണിറ്റ് ഓഫ് സ്റ്റഡി, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയലിലെ യൂണിറ്റ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് പേഷ്യന്റ് ആണ്. 2 ടൈപ്പ് RCT ആണുള്ളത്. കൺകറന്റ് പാരലൽ RCT ഉണ്ട്, ക്രോസ് ഓവർ ഡിസൈൻ. ഇങ്ങനെ 2 ടൈപ്പിലാണ് നമ്മൾ RCT പറയുന്നത്. ഇപ്പൊ കൺകറന്റ് പാരലൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ കമ്പാരിസൺസ് ആർ മെയ്ഡ് ബിറ്റ്വീൻ 2 ഗ്രൂപ്പ്സ്. ഒരു എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ഉണ്ട്, റെഫറൻസ് ഗ്രൂപ്പ് ഉണ്ട്. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മൾ മെഡിക്കേഷൻ കൊടുക്കുന്നു അല്ലെ ഇന്റർവെൻഷൻ കൊടുക്കുന്നു. റെഫറൻസ് പറയുമ്പോൾ നമ്മൾ മെഡിക്കേഷൻ കൊടുക്കാതെ പ്ലാസിബോ കൊടുക്കും, അല്ലെ ഒരു ഇന്റർവെൻഷനും ഇല്ലാത്തൊരു റെഫറൻസ് ഗ്രൂപ്പ്. അപ്പൊ അതാണ് കൺകറന്റ് പാരലൽ ഡിസൈൻ. ക്രോസ് ഓവർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ 2 ഗ്രൂപ്പാണ്. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതുപോലെ ഇന്റർവെൻഷൻ ഗ്രൂപ്പ്, റെഫറൻസ് ഗ്രൂപ്പ് മെഡിക്കേഷൻ കൊടുക്കാത്ത, ഇന്റർവെൻഷൻ കൊടുക്കാത്ത ഗ്രൂപ്പ്. പക്ഷെ ഈ ഗ്രൂപ്പ്സിനെ നമ്മൾ ക്രോസ് ഓവർ ചെയ്യും. അതായത് എക്സ്പോസ്ഡ് ഗ്രൂപ്പ് ബിക്കംസ് നോൺ എക്സ്പോസ്ഡ് ആൻഡ് നോൺ എക്സ്പോസ്ഡ് ബിക്കംസ് എക്സ്പോസ്ഡ്. അങ്ങനെ നമ്മൾ ക്രോസ് ഓവർ ചെയ്ത് ചെയ്യുന്നതാണ് ക്രോസ് ഓവർ ഡിസൈൻ RCT എന്ന് പറയുന്നത്. സോ അത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് റെഫർ ചെയ്തിട്ട് പറയാം. ക്രോസ് ഓവർ ഡിസൈനെ കുറിച്ച് നമ്മൾ കോമൺലി ചെയ്യുന്നത് കൺകറന്റ് പാരലൽ ഡിസൈൻ ആണ്, കോമൺലി നമ്മൾ RCT ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള യൂണിറ്റ് ഓഫ് സ്റ്റഡി പേഷ്യന്റ് ആണെന്നുള്ളതാണ്. പിന്നെ റാൻഡമൈസേഷൻ നമ്മൾ ചെയ്യുന്ന രീതി, റാൻഡം നമ്പർ ടേബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. റാൻഡമൈസേഷൻ ഈസ് ഡൺ ബൈ റാൻഡം നമ്പർ ടേബിൾസ്. അത് നിങ്ങൾ ഒരു സ്റ്റഡി ചെയ്യുമ്പോൾ ഈ റാൻഡം നമ്പർ ടേബിൾസിനെ കുറിച്ചൊക്കെ പഠിക്കും. നമ്മൾ എന്ത് ബേസിസിലാണ് ഇങ്ങനെ റാൻഡമൈസ്, നമുക്ക് പല രീതിയിൽ അലോക്കേറ്റ് ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ പോപ്പിയിൽ വരിക, ആദ്യം വരുന്ന പേഷ്യന്റിന് പ്ലാസിബോ കൊടുക്കുന്നു, രണ്ടാമത് വരുന്ന ആൾക്ക് മെഡിസിൻ കൊടുക്കുന്നു, വീണ്ടും പ്ലാസിബോ കൊടുക്കുന്നു, വീണ്ടും മെഡിസിൻ കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് റാൻഡംലി കൊടുക്കാം. പിന്നെ അല്ലാതെ ബ്ലൈൻഡിങ് മെത്തേഡ്സും ചെയ്യാം. അപ്പൊ കൊടുക്കുന്ന നമുക്കും അറിഞ്ഞുകൂടാ, കഴിക്കുന്ന പേഷ്യന്റിനും അറിഞ്ഞുകൂടാ. അങ്ങനെ ഡബിൾ ബ്ലൈൻഡിങ് മെത്തേഡ് ആയിട്ടും ചെയ്യാം. അപ്പൊ അങ്ങനെ പല രീതിയിൽ നമുക്ക് റാൻഡമൈസേഷൻ ചെയ്യാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് റാൻഡം നമ്പർ ടേബിൾസ്. ഓക്കെ, പിന്നെ റാൻഡമൈസേഷന്റെ പർപ്പസസ്. ഫസ്റ്റ് വൺ, പാർട്ടിസിപ്പൻസ് ഹാവ് ഈക്വൽ ആൻഡ് നോൺ ചാൻസ് ഓഫ് ഫോളിംഗ് ഇൻ ടു എയ്തർ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ഓർ റെഫറൻസ് ഗ്രൂപ്പ്. ഈക്വൽ ചാൻസ് ആണ്, ഏത് ഗ്രൂപ്പിലും വരാം. അതാണ് ഒരു പർപ്പസ്, അങ്ങനെ ഒരു ഈക്വൽ ചാൻസ് വെക്കുക എന്നുള്ളത്. ദെൻ ടു എലിമിനേറ്റ് സെലക്ഷൻ ബയാസ്. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു ബയാസോട് കൂടി ചെയ്യാതിരിക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് 2 ഗ്രൂപ്പിനെ കമ്പാരബിലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും. ടു എൻഷുർ കമ്പാരബിലിറ്റി എമംഗ് 2 ഗ്രൂപ്പ്സ്. ദെൻ സിമിലർ പ്രൊഗ്നോസ്റ്റിക് ഫാക്ടേഴ്സ് എമംഗ് 2 ഗ്രൂപ്പ്സ്. അപ്പൊ 2 ഗ്രൂപ്പിനോടൊക്കെ സിമിലർ പ്രൊഗ്നോസ്റ്റിക് ഫാക്ടേഴ്സ് പറഞ്ഞു. ഇതൊക്കെയാണ് റാൻഡമൈസേഷൻ ചെയ്യുന്നതിനുള്ള ഉദ്ദേശം. റാൻഡമൈസേഷൻ ഈസ് നോൺ ആസ് ഹാർട്ട് ഓഫ് എ ട്രയൽ, ഹാർട്ട് ഓഫ് എ ക്ലിനിക്കൽ ട്രയൽ. ഹാർട്ട് ഓഫ് എ ട്രയൽ എന്ന് ചോദിക്കുമ്പോൾ റാൻഡമൈസേഷൻ ആണ് അതിലെ മെയിൻ ആയിട്ടുള്ള പാർട്ട്. നമ്മളൊരു റിസർച്ചിലെ ഗോൾഡൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് RCTs ആണ്. നമുക്ക് കുറച്ചുകൂടെ റിലയബിൾ ആയിട്ടുള്ള സ്റ്റഡീസ് RCTs ആണ്. ഓക്കെ, സോ അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗോൾഡ് സ്റ്റാൻഡേർഡ് സ്റ്റഡി ഫോർ ക്ലിനിക്കൽ റിസർച്ച് ഈസ് ആൻസർ റാൻഡമൈസ്ഡ് ഡബിൾ ബ്ലൈൻഡ് ട്രയൽ. അതാണ് ഏറ്റവും നമുക്ക് റിലയബിൾ ആയിട്ട് റിസൾട്ട് പ്രതീക്ഷിക്കാവുന്ന സ്റ്റഡി. റാൻഡമൈസ്ഡ് ഡബിൾ ബ്ലൈൻഡ് ട്രയൽ ആണ്. Then uses of epidemiology. Uses of epidemiology എന്ന് പറയുമ്പോൾ describing the normal biologic process, understanding the history of disease, revealing distribution of disease, identifying determinants of disease, ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ്, പ്ലാനിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഹെൽത്ത് കെയർ സർവീസസ്. ഇത് നമ്മൾ ഫൈനൽ ഇയറിൽ പഠിക്കുമ്പോഴാണെങ്കിൽ ഒരു എസ്ഐക്കോ 5 മാർക്ക് ക്വസ്റ്റിനോ എസ്ഐയുടെ പാർട്ടായിട്ടോ 5 മാർക്ക് ക്വസ്റ്റിനായിട്ടോ ചോദിക്കാവുന്നതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കും ഇതൊക്കെയാണ് എപ്പിഡമിയോളജിയുടെ യൂസ് എന്ന് പറയുന്നത്. നോർമലി ഒരു ഡിസീസിന്റെ ഹിസ്റ്ററി മനസ്സിലാക്കാൻ, നോർമൽ പ്രോസസ്സ്, ഡിസ്ട്രിബ്യൂഷൻ, ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ, എന്തൊക്കെയാണ് ആ ഡിസീസിന്റെ ഫാക്ടേഴ്സ്, ഡിറ്റർമിനൻസ് എന്തൊക്കെയാണ്, പിന്നെ ഒരു ഹൈപ്പോത്തസിസ് കിട്ടും നമുക്ക്. ആ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് നമുക്ക് ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ
ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഹെൽത്ത് കെയർ സർവീസസ്. ഇത്രയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എപ്പിഡമിയോളജി എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ തന്നെ ഇൻഫെക്ഷസ് ഡിസീസ് എപ്പിഡമിയോളജി എന്ന് പറഞ്ഞ കുറച്ച് പോർഷൻസ് ഉണ്ട്. അതാണ് ഇനി ഉള്ളത്. അതിനി അടുത്ത ക്ലാസ്സിൽ തുടങ്ങിയാൽ കുറച്ചുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ 153 സ്ലൈഡാണ് നമ്മളായത്. 213 സ്ലൈഡ്സ് ഉണ്ട്. ഒന്നുകിൽ സൂൺ നമുക്കൊരു ക്ലാസ് കൂടി വെക്കാം, അല്ലാതെ ഇപ്പൊ അത് തീർക്കാൻ പറ്റില്ല. ഇത് കുറച്ചുകൂടി എളുപ്പമുള്ള സംഭവമാണ്. പാത്തോജൻസിറ്റി, വിറുലൻസ്, ഇത് കോമൺലി സോഴ്സ്, റിസർവോയർ. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. കൺഫ്യൂസിങ് ആണ്. ഈ ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുമ്പോൾ. ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് കൺഫ്യൂസിങ് ആവും. അതർവൈസ് നമുക്കൊരു പ്രശ്നമായിരിക്കത്തില്ല. ഇൻഫെക്ഷൻ, കണ്ടാമിനേഷൻ, ഇൻഫെസ്റ്റേഷൻ, ഹോസ്റ്റ്, കുറെ ഡെഫിനിഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എൻഡമിക്, സ്പൊറാഡിക്, പാൻഡമിക്, എക്സോട്ടിക്, അതുപോലെ സൂനോസിസ് തന്നെ, എപ്പിസൂട്ടിക്, എൻസൂട്ടിക്, ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻ ഒക്കെ നമുക്ക് പിന്നെ അറിയാം. പിന്നെ ഒരു ചെയിൻ ഓഫ് ഇൻഫെക്ഷൻ എങ്ങനെയാണ്, അതിൽ ഡിഫറെന്റ് റിസർവോയർ തന്നെ ഹ്യൂമൻ റിസർവോയർ വരുന്ന കേസസ് ഏതൊക്കെയാണ്, ക്ലിനിക്കൽ കേസ് എന്ന് പറഞ്ഞാൽ സബ് ക്ലിനിക്കൽ കേസ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പോർഷൻസ് ആണുള്ളത്. കാരിയേഴ്സ് തന്നെ ഡിഫറെന്റ് ടൈപ്പ് കാരിയേഴ്സ് ഉണ്ട്. Then modes of transmission, ഡയറക്റ്റ് കോണ്ടാക്ട്, ഇൻഡയറക്ട് കോണ്ടാക്ട്, അത് തന്നെ ഫോമൈറ്റ് ബോൺ എന്നൊക്കെ പറയും. ഫോമൈറ്റ്സ് ഒക്കെ എന്താണുള്ളത്, അങ്ങനെ ഡിഫറെന്റ് ട്രാൻസ്മിഷന്റെ ഡിസീസ്, അതിന്റെ എക്സാമ്പിൾസ് ഉണ്ട് കുറച്ച് ഇൻഫെക്ഷൻസിന്റെ. വെഹിക്കിൾ ബോൺ, വെക്ടർ ബോൺ. അതുപോലെ ബയോളജിക്കൽ ട്രാൻസ്മിഷൻ വരുമ്പോൾ അത് 3 ടൈപ്സ് ഉണ്ട്. പ്രൊപ്പഗേറ്റീവ്, സൈക്ലോ ഡെവലപ്മെന്റൽ, അതൊക്കെയാണ്. അത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ട്രാൻസ്മിഷൻസ് ഒക്കെ പറയുന്ന കുറച്ച് പോർഷൻസ് ആണുള്ളത്. നമുക്ക് ഭയങ്കര ഈസി ആയിട്ടും നമ്മൾ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്നതായിട്ട് തോന്നും. പക്ഷെ അത് കറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായി. എന്റെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. പക്ഷെ നമുക്ക് അത്രയും തീർക്കാൻ പറ്റില്ല. സോ അത് നെക്സ്റ്റ് ക്ലാസ്.